നമസ്കാരം. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ സംഘടനയാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ. മലയാള ചലച്ചിത്ര മേഖലയിലെ അഭിനേതാക്കളായ അംഗങ്ങളുടെ ക്ഷേമവും തൊഴിൽ മേഖലയിലെ ഉന്നമനവും ലക്ഷ്യമിട്ട് 1994 രൂപീകൃതമായ സംഘടനയാണ് അമ്മ. MG സോമൻ പ്രഥമ പ്രസിഡന്റും TP മാധവൻ പ്രഥമ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. നിലവിൽ മോഹൻലാലാണ് സംഘടനാ പ്രസിഡന്റ്. ഒരു നടിയുടെ പീഡന പരാതിയെ തുടർന്ന് നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി പദം രാജിവച്ചിരുന്നു. 3 പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സംഘടന നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ പ്രശംസയ്ക്കൊപ്പം തന്നെ ഇക്കാലത്തിനിടെ നിരവധി പരീക്ഷണ ഘട്ടങ്ങളും അമ്മയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. മനസാക്ഷിയെ ഞെട്ടിച്ച നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്ന സംഭവത്തിൽ സംഘടന ആടിയുലഞ്ഞത് സമൂഹത്തിൽ സംഘടനയോട് അവമതിപ്പിന് ഇടയാക്കിയിരുന്നു. ഒരു തരത്തിൽ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ സംഘടന. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെയും സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെയും സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ 2017 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് പിളർപ്പിലേക്ക് പോകുമായിരുന്ന സംഘടന ശാന്തമായത്. എന്നാൽ 2019 കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സർക്കാർ റിപ്പോർട്ട് പരസ്യമാക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് വലിയ വിവാദങ്ങൾ പ്രചരിക്കാനാണ് ഇടയാക്കിയത്. ഇക്കാര്യങ്ങൾ ശരിവച്ചുകൊണ്ടായിരുന്നു 2024 ഓഗസ്റ്റിൽ ഹേമ കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. കേരള ഹൈക്കോടതി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ തലയും വാലും വെട്ടിയ നിലയിലായിരുന്നു കാര്യങ്ങൾ. പുറത്തുവന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാകട്ടെ സമൂഹത്തെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിലുമായിരുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ അടക്കി വാഴുന്ന മാഫിയ പ്രവർത്തനം പലരിലേക്കും പറയാതെ പറഞ്ഞ് വിരൽ ചൂണ്ടിയപ്പോൾ സംഘടനയ്ക്കകത്തെ പുകച്ചിൽ എരിഞ്ഞു തുടങ്ങി. ആരോപണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഭാരവാഹികൾ വിളിച്ചു പറഞ്ഞതോടെ സംഘടന വീണ്ടും പിളർപ്പിലേക്കെന്ന സൂചന നൽകി. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ശേഷം വെളിപ്പെടുത്തലുകളിലും ആരോപണങ്ങളിലും ആടിയുലഞ്ഞ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് സംഘടന. അഡ്ഹോക് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് പദത്തിൽ മോഹൻലാൽ തുടരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു യുവ നടൻ്റേതെന്ന് പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തായതോടെ അമ്മ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഓഡിയോ ക്ലിപ്പിലെ പരാമർശങ്ങൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വാളോങ്ങുന്നതായിരുന്നു. ഇതേ തുടർന്ന് സംഘടനയുടെ ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ അഭിനേതാക്കൾ തയ്യാറാവില്ലെന്ന ഖ്യാതി പരന്നിരിക്കുകയാണിപ്പോൾ. 3 മാസത്തിനകം സംഘടനാ തെരഞ്ഞെടുപ്പിനായി നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഭരണസമിതിയെ ആര് നയിക്കുമെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. യാതൊരു സാഹചര്യത്തിലും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് മോഹൻലാലിൻ്റേതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മോഹൻലാൽ നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിൽ സംഘടനയിൽ മത്സരം ഉറപ്പാകും. നിലവിൽ പഴയ ഭരണസമിതിയെയും അതിന് നേതൃത്വം നൽകുന്നവരെയും പുതുതലമുറ അഭിനേതാക്കൾക്ക് പഥ്യമില്ലെന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ തലമുറ മാറ്റത്തിനായി ഏറെ നാളായി മുറവിളി കൂടുന്നവരുടെ ശബ്ദം സംഘടനയിൽ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. തലമുറ മാറ്റത്തിന്റെ കേളിക്കൊട്ടായി ഇതിനെ വിലയിരുത്താം. 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുമ്പോൾ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായി വനിതയുടെ നേതൃത്വം പ്രതീക്ഷിക്കുന്നവരാണ് ഭൂരിപക്ഷവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.